ഹലോ. അപ്പം നമ്മളുടെ ചോക്ലേറ്റ് ബ്രൗണി ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല സെറ്റാണ് കേട്ടോ. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത്രയാണ്. കൊക്കോ പൗഡർ വേണം, വെനില എസൻസ് വേണം, കേട് വേണം. ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ കേടാണ്, പുളിയില്ലാത്ത കേട്. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മളുടെ ബ്ലിങ്കിറ്റിലോ ഇൻസ്റ്റാമാർട്ടിലൊക്കെ ഓർഡർ ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇനി മിക്സ് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പോൾ കേട് നമ്മളതിലേക്ക് ഇട്ടു. കേട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പുളിയില്ലാത്തത് യൂസ് ചെയ്യാം. അപ്പോൾ 2 കേടാണ്. ആ 2 സൈസ് കേട് ഞാൻ ഇട്ടു. എന്നിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും നമ്മൾ ബട്ടറും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയും ആവശ്യമില്ല, ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇനി ബട്ടർ 2 സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് 3 സ്പൂണ് നമ്മളുടെ ശർക്കരയാണ് ആഡ് ചെയ്തത്. ഇത് ഷുഗർലെസ് ചോക്ലേറ്റ് ബ്രൗണിയാണ്, അതുകൊണ്ട് 3 സ്പൂൺ ശർക്കര ഇട്ടു. 1 ടീസ്പൂൺ വനില എസൻസും അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ മിക്സ് ചെയ്ത കേടിലേക്ക് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ 1 റാഗി പൗഡറാണ്, പിന്നെ 1 ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ റാഗി പൗഡർ ഞാൻ 1 സ്പൂൺ റാഗി പൗഡറാണ് അതിലേക്ക് ഇടുന്നത്. അതുപോലെ തന്നെ അതേ ക്വാണ്ടിറ്റി തന്നെ ഗോതമ്പ് പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി. 1 സ്പൂണോ 1.5 സ്പൂണോ ഇടാം നമുക്ക്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈസി പരിപാടിയാണ്. ഇത്രയും ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. 1 സ്പൂൺ മിൽക്കും ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടും നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഇത് വെച്ചിട്ടൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്യണം. 1 സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ആഡ് ചെയ്തത്. കൊക്കോ പൗഡർ കൂടുതലായി പോകരുത്, അപ്പോൾ നമുക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതിലാണോ എയർ ഫ്രയറിൽ നമ്മൾ ബൗള് വെക്കുന്നത് കേക്കിൻ്റെ, അപ്പോൾ ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് എൻ്റെത് പാത്രം ചെറുതാണ്, ബൗള്. അപ്പോൾ ഞാൻ 2 ബൗളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ എഗ്ഗ് ചേർത്തിട്ടാണ് വെക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇത്രയും ഒഴിച്ചു. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാൻ 30 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. 30 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ എഗ്ഗ് ചേർത്തു എന്ന് പറയുന്നത്, എഗ്ഗ് ഇതിൻ്റെ കൂടെ നമ്മൾ എഗ്ഗും കൂടി ചേർത്തിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. ചോക്ലേറ്റ് ബ്രൗണി കഴിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് ഷുഗർലെസ് ആയതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ്. നല്ല സെറ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ഞാൻ എഗ്ഗ് ഒഴിക്കാണ്ടാണ് ചെയ്തത്. അപ്പോൾ എഗ്ഗ് ഒഴിച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.